done in every house, especially when you enter for the first time. That is the please wait, sir. So what we propose on the stage is not to have a direct speech. With all honors from both. Thank you, sir. Our Secretary Shri Suresh Kochakari and നമ്മൾ കാണിക്ക വെച്ചു നമിക്കുന്നു നമ്മൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ വിജ്ഞാനദീപം നിറകതിർത്തൂകാൻ കാരുണ്യ സിന്ധോ തുണയ്ക്കണേ ദേവാ. കാരുണ്യ സിന്ധോ തുണയ്ക്കണേ ദേവാ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ. കാരുണ്യ സിന്ധോ നമിക്കുന്നു നമ്മൾ. ആണ് ഏറ്റവും വേണ്ടത് അല്ലേ? കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ നാട് കടന്നുപോയ ദുരിതങ്ങൾ, അതുകൊണ്ട് വളരെ ചുരുങ്ങിയ തോതിൽ എന്നാൽ ഭംഗിയായ ഒരു കുടുംബ സംഗമം എന്ന നിലയ്ക്ക് നമ്മൾ ഒതുക്കി നിർത്തിയിരിക്കുന്ന പ്രോഗ്രാമാണ്. Due to all unprecedented incidents happened to our motherland Kerala and all beloved departed souls, this time we are having very limited programs, but as a family program, let's together make it as a grand success. With that, I welcome Dr. N.C. Mohan, President, for a welcome address. Good morning, everybody. The honorable guest on the dais, Sri Vijayendra Prasad Garu, member of Rajya Sabha, and is the director of many films and screenwriter. I welcome him to this Onam function of Kairali Association. This is 27th Onam function of Kairali Association. So I welcome you, sir. And I welcome all the guests and the members to this function. Thank you very much. Short and sweet. Thank you, Dr. N.C. Mohan ji. ഇനി നമുക്ക്
കടക്കാനുള്ള സെഗ്മെൻറ്റ്. കഴിഞ്ഞ ഒരു വർഷം നമ്മളിലെ ജീവനും നാഡിയും ബാക്ക് ബോണുമൊക്കെയായി നിന്നിരുന്ന പലരും നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്കുണ്ട്. റിമെമ്പറിങ് ഡിപ്പാർട്ടഡ് സോൾസ്, ലെറ്റ്സ് പ്രേ ഫോർ ദം. ഹൃദയം കൊണ്ട് ഒരുപാട് ഹൃദയങ്ങൾ തൊടുകയും സ്പർശിക്കുകയും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന ഒരു തൂവൽ സ്പർശം നമ്മുടെ ഹൃദയത്തിൽ പൊഴിച്ചിട്ട് ആ ഹൃദയം തന്നെ അദ്ദേഹത്തോട് പിണങ്ങി ഒരുപാട് ഹൃദയങ്ങളിൽ ഇന്നൊരു നൊമ്പരമായി അനന്തവികായസിലേക്ക് പറന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് ജി, മറ്റുള്ളവർ. ഐ റിക്വസ്റ്റ് അവർ ഹോണറബിൾ സെക്രട്ടറി ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ to just say few words about him and other departed souls. Sir, please. താങ്ക് യു. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്റ്റേജിൽ ഓടി നടന്ന ഒരാളായിരുന്നു പ്രദീപ്. പ്രദീപിൻ്റെ മരണം ശരിക്കൊരു ഷോക്കായിരുന്നു എല്ലാവർക്കും. പക്ഷേ ഞങ്ങൾ ഈ പ്രാവശ്യം ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യുമ്പോൾ തന്നെ ചെക്ക് ബുക്ക് എവിടെയാണ്, ബാങ്ക് അക്കൗണ്ട് എവിടെയാണ്, ബാലൻസ് ഷീറ്റ് എവിടെയാണ് ഒന്നും അറിയണ്ടായിരുന്നില്ല. എങ്ങനെയോ തപ്പിപ്പിടിച്ച് എല്ലാം കൂട്ടി നടത്തി നമ്മുടെ സീനിയേഴ്സിൻ്റെ സപ്പോർട്ടും വെച്ച് പ്രദീപിൻ്റെ ഫാമിലിയും പ്രദീപിൻ്റെ മുറിയിൽ പോയിട്ട് സെക്കൻഡ് ഫ്ലോറിൽ സേതുമാധവൻ സാറിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് ഓരോ പുസ്തകം എടുത്ത് ഓരോ ചെക്ക് ബുക്ക് എടുത്ത് ഓരോ പ്രിൻ്റ് ഔട്ട് എടുത്ത് എങ്ങനെയോ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷേ പ്രദീപിൻ്റെ ഒരു ഇല്ലായ്മ ഡെഫിനറ്റായിട്ട് നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഫംഗ്ഷൻ നമുക്ക് കണ്ടറിയാം. കുറേ പേർക്ക് വിഷമം ഉണ്ടായിരുന്നു. നമ്മളത് കാരണം ഒന്ന് വയനാട് ദുരന്തം, പിന്നൊന്ന് ഈ പറഞ്ഞ മാതിരി പ്രദീപും ബാക്കിയുള്ള സീനിയേഴ്സിൻ്റെയും അവരൊരു പാസിങ് അവേ നമുക്കൊരു ഷോക്ക് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഒരു ലൈഫ് ഗോസ് ഓൺ, നമുക്ക് നിർത്താൻ പറ്റില്ല. പക്ഷേ മൗസ്മിയും സേതുമാധവൻ സാറും രാജേഷും ദിലീപിനൊക്കെ വേണ്ടിയിട്ട്, രാജേഷും ഇന്ന് വരാൻ പറ്റില്ല, വരികയാണെങ്കിൽ വല്ലാത്ത വിഷമമാവും എനിക്ക്. രാജേഷ് എക്സ്ക്യൂസ് വെച്ചു. സേതുമാധവൻ സാറും ദിലീപും നാട്ടിലാണ്, അപ്പോൾ അവർക്കും വരാൻ പറ്റിയില്ല. പക്ഷേ ലാസ്റ്റ് ഡേയ്സ് ലൈഫ് ഗോസ് ഓൺ, ബട്ട് വി ഷുഡ് റിമെമ്പർ പ്രദീപ്. ഹി വാസ് എ ലൈവ് വയർ. എല്ലാത്തിനും ഓടി നടക്കും. എനിക്ക് പ്രിയ നോട്ടത്തിലാണെന്നൊരു മലയാളം സിനിമ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് അതാ ഓർമ്മ വരുന്നത്. എല്ലാത്തിനും ഓടി നടക്കും, എല്ലാത്തിനും ആളുണ്ടാവാറുണ്ട്. താങ്ക് യു പ്രദീപ്. Let's observe 1 minute silence. Thank you. ONVയുടെ വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ പ്രദീപിന് അല്ലെങ്കിൽ അതുപോലെ ആക്റ്റീവായി ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആ കൂട്ടായ്മ വിട്ടധികം എങ്ങോട്ടും പോകാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ആ ഓർമ്മകൾ, ആ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും. എവിടേക്ക് പോകുവാൻ പ്രദീപ് നമ്മെ വിട്ട് എവിടേക്ക് പോകുവാനല്ലേ ഉണ്ണി, ഇവിടെയൊക്കെ കാണും എന്ന പ്രതീക്ഷയിൽ. ബട്ട് ഷോ മസ്റ്റ് ഗോ ഓൺ. നമ്മൾ സന്തോഷിക്കുന്നത് കാണാനായിരിക്കും സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ ആഗ്രഹം, അതായിരിക്കും അവർക്ക് സംതൃപ്തി നൽകുന്നത്. Let's get into today's program. So again, I request Shri Suresh Kochatel to introduce our chief guest. Today we are very, very fortunate that we have a stalwart in film industry, Mr. Vijayendra Prasad, with us. So we are honored with your presence. I again request Suresh Kochatel to give a brief about you. സോ സുരേഷ് കൊച്ചാട്ടൽ സർ ശ്രീ വിജയേന്ദ്ര പ്രസാദ് സാറെ കുറിച്ച് സംസാരിക്കുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും തെലുങ്കിലും എല്ലാം പറയാം. ഇൻഫാക്റ്റ് വിജയേന്ദ്ര പ്രസാദ് ജിക്ക് ഒരു മലയാളി കണക്ഷൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സണ്ണിൻലോ ഒരു മലയാളിയാണ്. മോള് കല്യാണം കഴിച്ചത് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ മോനെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാജമൗളിയാണ് സാറിൻ്റെ മോൻ. ഞാൻ സാറിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ വായിക്കാം. Our guest of honor, Shri Vijayendra Prasad, was born on 27th May 1942 in Kovur near Rajahmundry in Andhra Pradesh. An eminent screenwriter and film director, he has predominantly worked in the Telugu cinema.
He also worked in a few Hindi, Kannada, and Tamil movies. With a career spanning almost 30 years, his filmography has over 25 films as a screenwriter. He is also considered one of the most successful film writers in India and the only screenwriter who has had hand in several biggest movies in Indian cinema. He has frequently collaborated with his son and director S.S. Rajamouli Garu to deliver some of the highest grossing Indian films of all time. His notable work as a writer includes Bobbili Simham in 1994, Magadhira in 2009, Eega in 2012, the Hindi movie Bajrangi Bhaijaan in 2015, Manikarnika in 2019, Mirsai in 2017, and of course the Bahubali series and RRR in 2022. In 2011, he directed the Telugu film Rajanna, which won the Nandi Award for the best feature film. In 2016, he won the Filmfare Award for the best story for Bajrangi Bhaijaan, starring Salman Khan. His upcoming films include 1770 Sita, The Incarnation, Aparajita Ayodhya, Pavanputra Bhaijaan, Vikramarkudu 2. On 6 July 2022, the President of India, Shri Ramnath Kovind, nominated Shri Vijayendra Prasad as a member of the Rajya Sabha. We all know, നമുക്കെല്ലാവർക്കും അറിയാം, സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ രാജ്യസഭ ടേം കഴിയുമ്പോൾ നോമിനേറ്റ് ചെയ്തതാണ് ശ്രീ രാജേന്ദ്ര പ്രസാദിനെ. Shri Prasad had a love marriage with Raja Nandini, who his wife unfortunately passed away a few years ago. They have two children whom I spoke about just now, a daughter who lives in Australia and son S.S. Rajamouli, who is a reputed filmmaker. Also not known to many, Shri Prasad is also the uncle of music director M.M. Keeravani. And he cites epics like Mahabharata and Ramayana as a source of his inspiration. His favorite movie, which includes even my favorite movie of 1957, Maya Bazar. He also cited screenwriting as a major inspiration from Salim Javed. This, ladies and gentlemen, I present Shri Vijayendra Prasad Garu to the august audience. Namaskaram. Thank you, Suresh ji. Sir, I always wonder after watching Bahubali movie, getting a script like that from our ancient all stories coming up with such a world class is tremendous. So I humbly request sir to have some words for us. Your presence itself is great and your words will add more to that. So good morning everyone. Please forgive me. I can't speak Malayalam, so I'll try to speak in English. Mr. Suresh asked me, sir, how is it Malayalam people are making such good movies and Telugu are not doing on par with them? I have a question for him, I think it will answer. Can I put a question, Mr. Suresh? Please be here. How is it that Malayalam women are the most beautiful in the world? Why? Of course, you agree with me, Malayalam women are the most beautiful in the world. Is it not? Please raise your hands if you say yes. Yeah. You can pass the mic to the audience. Yeah. I'm sure nobody would disagree with me. So why? Why is the Malayalam film industry so creative? And I'm putting a counter question. Why Malayalam women are the most beautiful in the world? Why? Because Kerala is the God's own country. Anything from Kerala should be the best, would be the best. That's my answer. Thank you, sir. Anyone want to ask some question, right? Incidentally, I have a Malayali connection. My son picked up the person from the God's own country. His name is Ashok Nair. So I have a right and a connection to be in this place. Usually,
You respect a person who always tells the truth. You don't like a person who tells lies. Especially if he's an habituated liar, you don't talk to him, you keep him away, is it not? You don't mingle with liars, people who tell lies, is it not? But such a ironic thing, one of the biggest liars of the country is being felicitated here. That's me. I always tell lies. Because what is story? Story is nothing but a lie. But I'm telling lie in such a conviction, lie after lie, lie after lie, lie after lie, it looks like truth. It's ironic, is it not? So my advice, anyone, if you want to come up in your life, practice telling lies. Hello, Now- check. Sir, you can use this mic, sir. So you'll be free to speak. So my advice to anyone is, practice telling lies, will come up like me. Mr. Suresh asked me to give a speech. I'm not good at giving speeches, but if anybody wants to put some question, I'm too glad to answer. Any questions? This is an opportunity for any one of you to have any queries or anything you want to say about. Who is first? Only few people will have opportunity, not everybody. Yes. So first of all, thank you so much. It's an honor for us to have you here. The question is very simple. When can we expect you and Sri Rajamouli Garu to write a script and direct an epic like Bahubali in Malayalam? I'm also waiting for the day. I'm also waiting for the day. Thank you. Yes, next. Thank you for giving me this opportunity. Sir, I want to ask you, most of your films became world class and grand success. What is the secret behind it? Money. Simple. The bigger you write, the more the money you get. That's why I made Bahubali in 2 parts. We're getting double the remuneration. So Money. Money is the most important factor that adjusts you to do good things. So But this, remember, money is always a byproduct of something done excellently. It's always a byproduct. Even if you want print counterfeit currency, it should be excellent. Money is the main factor for me to write good stories. so this time you didn't tell lie. So start learning to tell lie, then only you can become a good story writer. That is what is advised, right? So now this time he didn't Like tell lie, Rajamouli he was Garu- true to his heart. Rajamouli Garu asked me a question when I keep going to his office. And because he's very close to Prime Minister Modi, I don't know how many of you know that, despite being a Rajya Sabha member, he regularly keeps meeting Modi ji, and Modi ji keeps asking him for ideas. Because a script writer, നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന് ഐഡിയാസ് ചെയ്യാൻ നല്ലൊരു കഴിവുള്ള ആളാണ്. അപ്പോൾ സാർ എൻ്റെ അടുത്ത് അന്ന് ചോദിച്ചു, ഞാൻ പെരുമഴക്കാലത്തെ സിനിമയിലെ സ്ക്രിപ്റ്റ് സാറിനൊന്ന് കേൾപ്പിച്ചു കൊടുത്തു, പെരുമഴക്കാലം മൂവി. He immediately came out with a counter script to that. So the question he had was, why is Malayalam films so creative, sir? That is a question for you from me. No, I gave the answer. Yes. We are coming from the God's own country. Everything should be the best. Nothing less than the best. Lifelike also? Very lifelike? Of course. Really, if I feel jealous anyone, it is the writers of Malayalam. I can never match their brilliance. I bow my head to all the Malayalam writers in the film industry. They are great writers. I can never match them. Sir, a question here, sir. Sir, among all your stories, we know you are the best story writer and a good director, sir. So among all the stories which you have created, which you have written, among them, which is the best you feel, sir? Which is the best story which you feel? I'm yet to write. Very good. I'm yet to write. We are waiting for that story, sir. Thank you. Come up with a concept like Ega, for example. Ega, how the concept came. Yeah, you have seen movie E.T.? Yes. Yeah. At that time, before making the movie, the director asked his production designers to create such a creature, so ugly, only its mother can love, but nobody else. Their puzzle said, what are you going to do? I'll make it the main character in my movie, and I'll make the audience love it by the end of the movie. That struck me, wow, wonderful, what a wonderful. Then I thought, which is the most despicable creature on the face of the earth?
two things struck me, a fly and a mosquito. In mosquito also but bites you in the night, the fly, it is somewhere there. The moment you shut your eyes, it comes, falls out of the nose or mouth, or just keep on irritating, you can't go to sleep. Then thought, let the fly be my main character. That's how the idea has come up. That's a wonderful answer. Any more questions from the audience, please? Any more question? Maybe probably two, there is- 1, 2, 3 max. That is from the, Yes. like one of our sponsors itself, IDFC Bank's zone, right? Ganesh, right? Yeah, you can tell your name. Hi, thank you for this opportunity, sir. I think glad to have you here among us. See, lot of people will recognize you. Of course, Teluguites anyway will recognize you as the renowned, script writer. But then a lot of outsiders will have to be told that Rajamouli's father. So, would you take pride in it, or do you feel? How do you feel about it? I mean, I'm sorry, it's just a curious question. I thought I'll just ask you. No, Rajamouli is my son. Yes. But you should, as a father, you should be justifiably proud of it. That's a different thing. But I want to be known as Rajamouli, to be son of Vijayendra Prasad. Hello, sir. I have a question. Heard a lot of Telugu movies, South Indian movies. Bajrangi Bhaijaan stood out, Bollywood. So, are you venturing into any other language or doing any more Bollywood scripts or movies? Just curious. I have written a sequel for Bajrangi Bhaijaan. Salman liked it, it is with him. Sequel of Bajrangi Bhaijaan. Part 2. I think the main question which many people ask you is, how are you as a politician in Rajya Sabha? Because I'm a news guy, so I keep asking questions. So how is it that politics like Rajya Sabha, how do you adjust to that place, sir? To start with, I am not a politician, sir. I am a writer. And I have been selected by presidential nomination. I don't belong to any political party. Of course, the first day I took an oath as a Rajya Sabha member, I was awestruck with the building. Statues of all our great leaders who brought independence, who were part of our culture. It was a thrill. And I sat. After taking the oath of ceremony, I was getting myself ready to hear great speeches. At that time, Venkaiah Naidu was the vice president and the speaker of the Rajya Sabha. The moment he opened the business, all the opposition people, they came into the well, started making a ruckus. At the same time, there is no emotion in them. They are playing to the gallery. They are playing to the bosses who are not in the house. They are playing to the press. Ruckus for 1 year, 1 hour, adjourned. Monday. Tuesday same. Wednesday same. Thursday same. I was wondering what the hell they are doing. They are not giving an opportunity to do the business well. On the Friday, first 1 hour adjourned. On the second 1 hour, they are making a ruckus. One by one, all the bills were passed. Then they thought, it's so convenient for the opposition people to make a scene in the well of the Rajya Sabha so that they will notice. It is convenient for the treasury benches also. All the bills are passed without any discussion. It suits both of them. Then I remembered an anecdote of Winston Churchill. After 1 year of him becoming a member of parliament, somebody asked him, so what is your experience in the parliament? He said, for the 6 months I was wondering how I ever could step into this exalted place. And the second 6 months I was wondering how all these people have come here. It took me just 1 week to come to that position. తెలుగులో అడుగుతారు ఈ ప్రశ్న మీద. తెలుగు ఇండస్ట్రీ కానీ ఏ ఇండస్ట్రీ కానీ మీ ఫేవరెట్ యాక్టర్ ఎవరు సార్? తెలుగులో చెప్పొచ్చు. ఏదండి ఫేవరెట్ యాక్టర్ ఆఫ్ యూర్స్? తెలుగులోనండి రామారావు గారు, ఎన్టీ రామారావు, మై ఆల్ టైమ్ ఫేవరెట్. Why? He has done so many roles. And then a politician with a commitment to the country is successfully turned into a very honest politician. He brought so many innovative things. You know, he's the first person who created a right for all the women, children also, along with the male offspring. He's the first person in India to give equal right of property to all the women folk. That's a great thing. Just one thing is enough
for anyone to be exalted to such a position. All the answers, sir. I'm sure the audience will have a lot more questions when you sit there. And when you have the sadhya with us, you can join us for more of it. Thank you very much. Fine. Thank you so much. Thank you so much. അങ്ങനെ ബാഹുബലിയുടെ റൈറ്റർ മഹാബലിയുടെ ആഘോഷത്തിൽ എത്തിച്ചേർന്ന ഈ സന്തോഷ നിമിഷത്തിൽ അദ്ദേഹത്തെ ആദരിക്കാൻ കൈരളി സമാജത്തിൻ്റെ വളരെ സീനിയർ അംഗം ആയ ചന്ദ്രൻ സാറിനെ പി ചന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. Thank you so much. We will be honored if you can be available with us till the end, all of us, but he is getting ready, little delayed because of the traffic, I think. It's not so easy to come from Patalam all the way here, right? Good. Whenever he comes, we have a big heart welcome. So if whenever he is ready, just let me know. ഇതോടെ നമ്മുടെ ആദ്യത്തെ സെഗ്മെൻറ്റ് അവസാനിക്കുകയാണ്. അവസാനിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമിലേക്ക് കിടക്കണം. പോരാ, ബ്രേക്ക്ഫാസ്റ്റ് പോരാ, ബെറ്റർ. അപ്പം നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് 5-നും 10-നും ഇടയ്ക്കുള്ള ഒരു നമ്പർ ഒന്ന് മനസ്സിൽ വിചാരിക്കൂ. 5-നും 10-നും എനി നമ്പർ ബിറ്റ്വീൻ 5 and 10. ഡൺ? ഒന്ന് കൈപൊന്തിച്ച്. ഓക്കെ. Now I request all of you, please keep away all your എന്താ മേലങ്കി എന്നൊക്കെ പറയില്ലേ, നിങ്ങൾ ഡോക്ടർ, എൻജിനീയർ, സോഫ്റ്റ്വെയർ എൻജിനീയർ എല്ലാം ഒന്ന് മാറ്റി വെച്ച് ഇപ്പോൾ നിങ്ങളുടെ വയസ്സ് എവിടെ നിൽക്കുന്നോ ആ വയസ്സിന്ന് കാലചക്രത്തിലൊന്ന് പിന്നോട്ട് പോയി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ നമ്പറിലേക്ക് ഒന്ന് എത്തി നിൽക്കാമോ? യെസ്, പോരട്ടെ. ഇവിടെ യാതൊരു ട്രാഫിക്കും ഇല്ല, വളരെ പെട്ടെന്ന് എത്താം. എത്തി? റൈറ്റ്. ഇപ്പം നമ്മളെല്ലാവരും 5 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ്. നമ്മൾ മറ്റാരുമല്ല, വെറും കുട്ടികൾ. കുട്ടിക്കാലം ഒന്നോർത്തു. ആ കാലം കേരളത്തിൽ ചെലവഴിച്ചവരാരൊക്കെ? 5 to 10. യെസ്, വെരി ഗുഡ് പോപ്പുലേഷൻ. അപ്പോൾ നമുക്ക് അറിയാം അല്ലേ, തുമ്പികളൊത്തു തൊടിയും കാടും എമ്പാടും പാടി പറന്നും കാടും പുഴകളും തോടും ഒക്കെ, അങ്ങനെ ആ ഒരു ഇപ്പോഴത്തെ ഇല്ലുമിനാറ്റി അതൊന്നും ഇല്ലാത്ത ഒരു പഴയ കാലം നമ്മുടെ മുന്നിലുണ്ടല്ലേ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശാന്തസുന്ദരമായ ആ ഗ്രാമത്തിൽ നമ്മുടെ തൊടിയിൽ നിൽക്കുന്ന ഒരു മാവ്, നിറയെ മാങ്ങകൾ കാണാനുണ്ടോ? ആർ യു ഏബിൾ ടു വിഷ്വലൈസ്? കാണാം. പക്ഷേ നമ്മൾ കുട്ടികളാണ്, നമ്മുടെ കൈ അവിടെ എത്തുന്നില്ല, നമുക്ക് മാങ്ങ പറിക്കാൻ പറ്റുന്നില്ല. വന്നോ? വെരി ഗുഡ്. ആ കുട്ടിക്കാലത്ത് കേട്ട കഥകളിൽ ആദ്യത്തേത് മഹാബലിയാണ്. ലെറ്റ്സ് വെൽക്കം മഹാബലി ആസ് ചൈൽഡ്. ആർപ്പോ, വെർ ഈസ് മഹാബലി? മഹാബലി
So this was a King Mahabali who ruled Kerala as per our history or as per our old generation says us. During his time, there were no problem. Everyone was living very happily. Absolutely no thieves were seen in the street. No one will go to another home for food. If somebody says that I gave 10,000 people fees or something, this king will tell it's very, very poor, because why should people go to other home to have food? When I was ruling this country, no one will go to another home because everyone will have everything with them. So such a beautiful concept. During our festival cultivation system, we celebrate Onam. It's one of the biggest festival. Thank you so much. അപ്പോൾ വീണ്ടും നമ്മൾ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. പ്രോഗ്രാമിലേക്ക് നിങ്ങളിപ്പോൾ അവിടെ തന്നെ നിൽക്കുവാണോ അതോ തിരിച്ച് ഹൈദരാബാദിലെത്തിയോ? നാട്ടിൽ തന്നെയാണോ? 5 to 7 years അല്ലേ? നിങ്ങളെ ഞാനൊരു മാവിൻ ചോട്ടിൽ നിർത്തിയിട്ടാണ് പോയത്, ഓർമ്മയുണ്ടോ? റൈറ്റ്, ഓക്കെ. അപ്പോൾ നിറയെ മാവിൽ മാങ്ങ കാണുന്നു, പറിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ആരെങ്കിലും വന്ന് ഒന്ന് പറിച്ചു തന്നാൽ നന്നായിരുന്നു. അപ്പോഴാണ് ഒരു കാറ്റ് വരുന്നത്. ആ കാറ്റിനോട് ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞാൽ കാറ്റ് നിങ്ങൾക്ക് മാങ്ങ തരില്ല. ആർക്കൊക്കെ മാങ്ങ വേണോ എന്നോട് കൂടെ പാടണം. 2-3 വരി മാത്രം. ഇതെല്ലാവരെയും കൂടെ ഒന്നിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റെഡി? മീനക്കാറ്റേ പൂങ്കാറ്റേ പുതുവേനൽ കാറ്റേ വേഗം വാ. മീനക്കാറ്റേ പറയൂ, ഒന്ന് പറയൂ. മീനക്കാറ്റേ പൂങ്കാറ്റേ പുതുവേനൽ കാറ്റേ വേഗം വാ. മാവിൻ ചില്ല കുലുക്കിത്താ. എന്നാൽ പിന്നെ അത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, മാവിൻ ചില്ല കുലുക്കിത്ത. അതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. അപ്പം ഞാൻ 2 വരി പാടുമ്പോൾ നിങ്ങൾ മാവിൻ ചില്ല കുലുക്കിത്ത എന്ന് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് 2 വരി, അത് കഴിഞ്ഞാൽ ഒന്ന് നിർത്താം. ഓക്കെ. മീനക്കാറ്റേ പൂങ്കാറ്റേ പുതുവേനൽ കാറ്റേ വേഗം വാ. മാവിൻ ചില്ല കുലുക്കിത്ത. പാടോ? മൈക്കിലേണ്ടാണോ? ഉള്ളിൽ തേനമൃതൂറും മാമ്പഴമുള്ളതു മുഴുവൻ വീഴ്ത്തിത്ത. പറയൂ മാവിൻ. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആദ്യം ആയിട്ട് നമുക്ക് ഒരു പാട്ട് അവതരിപ്പിക്കുന്നു. കണ്ണാടി കൊടുങ്കൂട്ടി എന്ന മനോഹരമായ ഗാനം നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രീമതി അനുപമ ദീപക്. വെൽക്കം അനുപമ.
ദാറ്റ് വാസ് എ വണ്ടർഫുൾ പെർഫോമൻസ്. നിങ്ങളുടെ കൈകടികൾ ഉണ്ടെങ്കിൽ രണ്ടാമതൊന്നുകൂടെ പാടാം എന്നാണ് അനുപമ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിട്ടുണ്ടോ? വളരെ നന്നായി അവതരിപ്പിച്ചു അല്ലേ? ഇനി നമ്മുടെ സ്വന്തം അക്ഷര ദേവരാജൻ ഒരു ഡാൻസുമായിട്ട് വരുന്നു. നാഗേന്ദ്രഹാരായ ത്രിലോചനായ എന്ന പാട്ടിൻ്റെ ഈണത്തിനനുസരിച്ച് നൃത്തച്ചുവടുമായി കൈരളി അസോസിയേഷൻ്റെ സ്വന്തം കുമാരി അക്ഷര ദേവരാജൻ.
അക്ഷര. അടുത്തതായി നമുക്കൊരു കവിത കേട്ടാലോ? മലയാളത്തിലൊരു കവിത ബൈ ശ്രീ വിജയകൃഷ്ണൻ ജി. ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ പേര്, വിജയകൃഷ്ണൻ. കുറേ പേർക്ക് അറിയില്ലെങ്കിൽ പറയാം. അപ്പോൾ വിജയകൃഷ്ണൻ്റെ കൃതി, അതായത് ഞാൻ തന്നെ എഴുതിയ കവിതയാണ്. അപ്പം അതുകൊണ്ട് നമുക്കതൊന്ന് ലോപിച്ച് വികൃതി എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ജിജേഷ് നമ്പ്യാരെ പോലുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല കവിത എന്താണെന്നുള്ളത് കേൾക്കാനിരിക്കുന്നേ ഉള്ളൂ. ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുത്തുകൊണ്ട് ഞാനൊരു കവിത ചൊല്ലാം. ഈ കവിതയുടെ പേര് വിട എന്നാണ്. നമ്മളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പെറ്റമ്മയെയും പിറന്ന നാടിനെയും വിട്ട്, അത് കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴാകാം, ജോലി തേടി പുറത്തേക്ക് വരുമ്പോഴാകാം, നമ്മുടെ വീട് വിട്ട് ഇനി സ്ഥിരം ഇതല്ല എൻ്റെ താവളം എന്ന ഒരു ഫീലിങ്ങിൽ കടന്നു വന്നവരാണ് നമ്മളിൽ മിക്കവരും. പ്രവാസി എന്ന് നമുക്ക് ഓമന പേരുണ്ട് അല്ലേ? അപ്പം ആ നിമിഷം നമ്മൾ അനുഭവിച്ച ഒരു ദുഃഖം പിന്നീട് നമുക്കത് ഒരുപാട് സന്തോഷങ്ങൾ ജീവിതത്തിൽ പ്രദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ദുഃഖം വർണ്ണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുരാണത്തിലെ ശകുന്തള എന്ന കഥാപാത്രത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കണ്വാശ്രമം വിട്ട് ദുഷ്യന്ത രാജധാനിയിലേക്ക് നടന്ന് നീങ്ങുന്ന ശകുന്തളയെ ആണ് ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. ആ ശകുന്തള മറ്റാരുമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. കവിതയിലേക്ക്. കവിതയുടെ പേര് വിട. അന്നുമാ കാനന വീഥികളിൽ 1000 മുല്ലകൾ പൂത്തിരുന്നു. മുല്ലയ്ക്കരികിലായി മാൻകിടാവും ഗദ്ഗദം പൂണ്ടു കിടന്നിരുന്നു. ദീർഘാപാങ്കൻ എന്ന മാൻപിടാവിനെ നമുക്കറിയാം. ശകുന്തളയുടെ പോക്കിൽ സങ്കടപ്പെട്ട് കിടക്കുന്ന ദീർഘാപാങ്കൻ. ഭ്രമരങ്ങളോ മനപ്പാട്ടുപാടി ഒരു തെന്നലവയൊക്കെ ഏറ്റുപാടി ഋഷികന്യാലാളന ഏറ്റുവാങ്ങി വളരുന്ന വനജോത്സ്ന വാടി നിന്നു. കുടമെടുക്കാൻ കൈകൾ പൊന്തിടാതെ കരയുവാനാകാതനങ്ങിടാതെ. കുടമെടുക്കാൻ കൈകൾ പൊന്തിടാതെ കരയുവാനാകാതനങ്ങിടാതെ. അനസൂയമന്നു നിൻമിഴികളിൽ നോക്കി അനസൂയ പ്രിയതോഴി തേങ്ങി നിന്നു. പ്രിയയൊത്തു പാടിയ പാട്ടിൻ്റെ ഈണവും പിരിയേണ്ട നേരമായി വിങ്ങി പ്രിയം വദ. പലവുരു തിരിയാതെ മിഴികൾ നനയാതെ പിരിയുവാനാകുമോ കണ്ണു ആശ്രമങ്ങളെ. 1000 മുല്ലകൾ വാടി വീണു ആശ്രമ പൈതലിൻ യാത്രയായി. കണ്ണു ആശ്രമത്തിൻ്റെ ജീവചൈതന്യം കണ്ണുനീർ വാർത്തു കടന്നുപോയി. ശകുന്തള പോയി, ഞാനും പോകുന്നു. താങ്ക് യു. അടുത്തത് നാം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൈരളി സമാജത്തിലെ വനിതാ വിഭാഗം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി. നമ്മുടെ കേരളത്തിലെ പഴയ കലാരൂപങ്ങൾ സാഹിത്യത്തിൽ വരുമ്പോൾ കഥകൾ, കവിതകൾ, അതാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നു ഈ സെഗ്മെൻറ്റിൽ. കലയിലേക്ക് വരുമ്പോൾ കൈകൊട്ടിക്കളി,
കഥകളി നമുക്കിവിടെ അവതരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് കഥകളി പദം, മോഹിനിയാട്ടം, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ചാരുതകൾ അല്ലെങ്കിൽ ചേരുവകൾ. ഇപ്പോൾ കൈകൊട്ടിക്കളിക്കായിട്ട് ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
താങ്ക് യു. ഒരു മിനിറ്റ് അവിടെ നിൽക്കണേ. യെസ്, നമുക്കായി മനോഹരമായ ഈ കൈകൊട്ടിക്കളി അവതരിപ്പിച്ചത് ശൈല മുരളീധരൻ, ഓക്കെ, മഞ്ജു പ്രശാന്ത്, ആശ വിനോദ്, പ്രിയങ്ക ചക്രവർത്തി, ക്രാന്തി, ലക്ഷ്മി വിജയകൃഷ്ണൻ. ഇവരുടെ ക്യാപ്റ്റൻ വരാൻ സാധിച്ചിട്ടില്ല, പക്ഷേ അവരുടെ ഒരു ഡെഡിക്കേഷനിൽ, അവരുടെ ഒരു ശ്രമത്തിലാണ് ഈ കളിയുടെ അവതരിപ്പിക്കാൻ സാധിച്ചത്. അതിന് ശ്രീമതി മഞ്ജു ശ്രീനിവാസനും കൂടെ ഒരു കയ്യടി ചേർത്ത് ടീമിന് മൊത്തം ഒരു നല്ല കയ്യടി. താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്. നൽവാൽ ഓണ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും മലബാർ ഗോൾഡൻ ഡയമണ്ടിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും 1000 ഓണാശംസകൾ അറിയിക്കുകയാണ്. എങ്ങനെ നീ മറക്കും പൊയിലേ, എങ്ങനെ നീ മറക്കും, എങ്ങനെ നീ മറക്കും പൊയിലേ, എങ്ങനെ നീ മറക്കും. നീലക്കോയിലേ നിൻ മാനത്തിൻ ചോട്ടിൽ നിന്നെ മറന്ന് കളിച്ചോരോ കാലം. നക്ഷത്ര കണ്ണുള്ള മാണിക്യ പൈങ്കിളി മേലോട്ടു നിന്നെ വിളിച്ചോരു കാലം. എങ്ങനെ എങ്ങനെ നീ മറക്കും പൊയിലേ, എങ്ങനെ നീ മറക്കും. ഓരോ കിനാവിൻ്റെ മാമ്പൂവും തിന്ന്, ഓരോരോ മോഹത്തിൻ തേൻപഴം തന്ന്, ഓരോ കിനാവിൻ്റെ മാമ്പൂവും തിന്ന്, ഓരോരോ മോഹത്തിൻ തേൻപഴം തന്ന്. ഓടിക്കളിച്ചതും പാടിപ്പറന്നതും ഒന്നായി കണ്ണീരിൽ നീന്തി കുളിച്ചതും എങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. പാടും പച്ചച്ച പാവാടയിട്ടപ്പോൾ പാവം നീ എത്ര മേലോട്ടു പൊന്തി. പാടും പച്ചച്ച പാവാടയിട്ടപ്പോൾ പാവം നീ എത്ര മേലോട്ടു പൊന്തി. എന്തൊരു ദാഹം, എന്തൊരു മോഹം, എന്തൊരു തീരാത്ത തീരാത്ത ശോകം. എങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. താങ്ക് യു. താങ്ക് യു സോ മച്ച്
സ്പോൺസർഷിപ്പ്, വിറ്റാമിൻ എം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? നമ്മുടെ അടുത്ത ഒരു സ്പോൺസറാണ് IDFC ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്. അതിനെ പ്രതിനിധീകരിച്ചിട്ട് വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ഗണേഷ് കോഡൂർ ഇവിടെയുണ്ട്, അതേപോലെ സാറ ഇവിടെയുണ്ട്. ഒരു മിനിറ്റ് അവർക്ക് നമ്മളോട് സംസാരിക്കാനുണ്ട്. സോ ഐ ഇൻവൈറ്റ് ഗണേഷ് കൊടൂർ, വൈസ് പ്രസിഡന്റ് IDFC ബാങ്ക്. Sorry, I can't speak Malayalam, so you have to excuse me for that. But thank you for giving this opportunity. This is the first time that we are part of such Onam celebrations. We understand the importance of it, but we are extremely glad to be one of the sponsors along with Malabar Gold and Diamond also. First and foremost, I'd like to thank Chief Guest here, Honorable Chief Guest Vijayendra Prasad Garu, President Mohan Garu, Secretary Suresh Garu, and all the association members and all the guests who have come here. IDFC First Bank, we are doing really well, both in Kerala and in India also, and AP and Telangana also. We request all the members to give us an opportunity, okay, to meet you and talk to you about what kind of products we have, which will make a difference. I think quickly, we have one of the highest rate of interest that we provide on savings account, and we provide highest rate of interest on fixed deposits also, and we do loans, credit cards, everything. So give us an opportunity to talk to you individually. I think this is probably a time for celebration, so I don't want to bore you all. But once again, I wanted to thank Suresh Garu for giving this opportunity, and may you have a fantastic day. Thank you so much, sir. Thank you. താങ്ക് യു ഗണേഷ് ജി. സമ്പാദ്യവും വളരെ പ്രധാനമാണല്ലേ? ഏതുവിധ സംശയങ്ങൾക്കും അവരെ എപ്പോഴും സമീപിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ ഒരു സ്റ്റാർ ഐറ്റം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മോഹിനിയാട്ടം. ലൈക്ക് കുച്ചിപ്പുടി ഇൻ ആന്ധ്ര, ഭരതനാട്യം ഇൻ തമിഴ്നാടു, Kerala is very famous for Mohiniyattam dance. On stage we have Shruti Vallathol. I will tell you about her after this performance. Vallathol. So from that perspective, since sir is here, this is the art form unique to Kerala. Has a lot of lasya movements in it, a lot of feminine movements, just like Kathakali is on the other side, which also has men and women. Mohiniyattam is performed by women. And so Shruti, who comes with a great lineage, because when you're the great granddaughter of Mahakavi Vallathol, you are carrying that tradition with you. 1 minute, Shruti, we'll start.
I think you would like to speak about your guru also. You can just mention that. Please do that. And also a bit about the family. Take 30 seconds. I'm learning Mohiniyattam. It's been 3 years. My guru is Kalaimamani Gopika Verma. And she's a famous Mohiniyattam dancer. That's it. Thank you so much. മനോഹരമായ ഒരു കലാരൂപം അതിമനോഹരമായി തന്നെ ഇവിടെ അവതരിപ്പിച്ച ശ്രുതിക്ക് ഒരു ബിഗ് അപ്ലോസ്. നേരത്തെ സുരേഷ് ജി പറഞ്ഞതുപോലെ മലയാള കവിത്രയങ്ങളിൽ പ്രമുഖനായ വള്ളത്തോളിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടറാണ്. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോളാണെന്ന് നമുക്കറിയാം. ഇന്ന് കഥകളിയും മറ്റ് കലാരൂപങ്ങൾക്കും അവർ മുഖാന്തരം ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി കേരളത്തിൻ്റെ തന്നെ മറ്റൊരു കലാരൂപമാണ് കഥകളി, വേൾഡ് ഫേമസ് കഥകളി. ബട്ട് വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ടൈം ടു ഹാവ് എ പ്രോപ്പർ കഥകളി പെർഫോമൻസ് ഹിയർ. പക്ഷേ വരികളും അതിലെ കഥകളിയിൽ നിന്ന് പദങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കാൻ ലക്ഷ്മി വിജയകൃഷ്ണൻ വരുന്നു. വളരെ മൈക്ക് ചെറുതായിട്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് 1 മിനിറ്റ്. നമ്മുടെ ദൈവസങ്കല്പങ്ങൾ പലതരത്തിലാണല്ലേ. അങ്ങ് വടക്കൻ മലബാറിൽ തെയ്യങ്ങളുടെയും തിറകളുടെയും നാടായ വടക്കൻ മലബാറിലെ ഉത്സവ സ്മരണ പുതുക്കാൻ ലാൽ ബസാർ അയ്യപ്പ ക്ഷേത്രത്തിൽ ഒക്ടോബർ 5-നും ഒക്ടോബർ 6-നും രാവിലെ 7-7:30 മണി മുതൽ തന്നെ ഇവിടുത്തെ മുത്തപ്പൻ ഭക്തസമിതി ഭക്തി നിർഭര നടത്തുന്ന മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം. സോ പറശ്ശിനിക്കടവ് മുത്തപ്പൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ ഹൈദരാബാദിലൊരു മുത്തപ്പൻ ഭക്തസമിതിയുണ്ട്. അവർ നടത്തുന്ന ഈ തിരുവപ്പന മഹോത്സവത്തിന് എല്ലാവരും പങ്കുചേരണം. ഇപ്പോൾ കഥകളി, ഒരുപക്ഷെ ഈ വേദിയിൽ കഥകളി പാട്ട് ആദ്യമായിട്ടാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ക്ഷമിക്കുക. അതുകൊണ്ട് ഒരു 5 മിനിറ്റിൽ നമ്മൾ ഒതുക്കുന്നതായിരിക്കും ഈ കഥകളി പദം. താല്പര്യമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത വർഷം കുറച്ച് വിപുലമായിട്ട് കഥകളിക്കാരെ തന്നെ കൊണ്ടുവന്ന് ചെയ്യിക്കാം, പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. കഥകളിയിലെ അടുത്ത 2 പരിപാടികളോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു ഡാൻസോടുകൂടെ കൾച്ചറൽ പ്രോഗ്രാം സെഗ്മെൻറ്റ് കഴിഞ്ഞ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ പോവും. ഓവർ ടു യു ലക്ഷ്മി. കല്യാണ സൗഗന്ധികം കഥയിലെ പാഞ്ചാലിയുടെ ഒരു പദമാണ് അവതരിപ്പിക്കുന്നത്. സൗഗന്ധികം പുഷ്പം കണ്ട പാഞ്ചാലി ഭീമനോട് അതുപോലെ ഇനിയും കിട്ടാൻ അവസരമുണ്ടോ ആഗ്രഹം ആയിട്ട് പറയുന്ന ഒരു പദമാണത്. മുഖാരി രാഗത്തിലുള്ളതാണ്. വാദേന വത്സലദയേ വകിലോ ഓപനീതം ചേതോഹരം പരിമളാനുസൃത അളിവൃന്ദം ആദായ പുഷ്പം അതിമോഹനമത്ര ദിവ്യം മോദാർജഗാദ പവനാത്മജമേ കൃഷ്ണ എൻ കണവ
കണ്ടാലും നീ എൻ കണവ കണ്ടാലും നീ എങ്ക ഒരു കുസുമം എങ്കലൊരു കുസുമം നിൻ കരുണ ഉണ്ടെന്നാകിൽ നിൻ കരുണ ഉണ്ടെന്നാകിൽ നിർണയം ഇനിയും മമ നിർണയം ഇനിയും മമ സംഗതി വരും ലഭിപ്പാൻ സംഗതി വരും ലഭിപ്പാൻ സാരസ സൗഗന്ധികങ്ങൾ സാരസ സൗഗന്ധികങ്ങൾ സാരസ എൻ കണവ കണ്ടാലും നീ എന്നാകിലും നിജ എന്നാകിലും നിജ വല്ലഭൻ മാരോടല്ലാതെ വല്ലഭൻ മാരോടല്ലാതെ ചൊല്ലുമാ
എൻ കണവ കണ്ടാലും നീ താങ്ക് യു. താങ്ക് യു സോ മച്ച്. ബാക്ക്ഗ്രൗണ്ട് പക്ഷേ കോട്ടയ്ക്കലെ കഥകളി സംസ്കാരത്തിൽ അവരുടെ കൂടെ ജനിച്ചു വളർന്ന ആളായതുകൊണ്ടും കോട്ടയ്ക്കൽ ഒരു കണക്ഷനുള്ള ആളാണ്. പണ്ട് കോട്ടയ്ക്കൽ ആയുർവേദ്യശാലയുടെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ, ഇപ്പോഴല്ല കുറേ കാലം മുമ്പ്, ഒരു 30-35 വർഷം കോട്ടയ്ക്കൽ ആയുർവേദയുടെ ചീഫ് ഫിസിഷ്യൻ ആയിരുന്നു ഡോക്ടർ എസ് വാര്യർ. അദ്ദേഹത്തിൻ്റെ മകളുടെ മകളാണ്. ഇനി അറിയാത്തവർക്കായി എൻ്റെ ശ്രീമതിയുമാണ്. കൂടെ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം സെഗ്മെൻറ്റ് അവസാനിപ്പിക്കുകയാണ്. മനോഹരമായ ഒരു നൃത്തം അവതരിപ്പിക്കാനായിട്ട് അനന്യ അനീഷ്, ശ്രീമതി അനന്യ അനീഷ്, സെമി ക്ലാസിക്കൽ ഡാൻസ്. ദിസ് വിൽ ബി ദ ലാസ്റ്റ് program in this segment. After that we'll get into prize distribution. Then മനോഹരമായ മനോഹരം എന്ന് പറയുന്നതിനേക്കാൾ സ്വാതേറുന്ന ഓണസദ്യ. പിന്നെ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ. യെസ്. സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദനാ മൃദുവദനാ മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദനാ മൃദുവദനാ മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദനാ മൃദുവദനാ മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ. ഭോഗദാപ്തസുലഭാ സുപുഷ്പഗന്ധകലഭാ ഭോഗദാപ്തസുലഭാ സുപുഷ്പഗന്ധകലഭാ കസ്തൂരിതിലക മഹിമ മമ കാന്തനന്ദ ഗോപഗന്ധ സ്വാഗതം കൃഷ്ണ. അവതരിപ്പിച്ച ഈ ഡാൻസ് അടുത്ത വർഷത്തെ നമ്മുടെ ഓണ പ്രോഗ്രാമിനുള്ള സ്വാഗത ഡാൻസാണ്. ഇപ്പോഴേ നമ്മൾ സ്വാഗതം പറഞ്ഞിരിക്കുന്നു. ഓക്കെ. അതിമനോഹരമായ നൃത്തം അവതരിപ്പിച്ച അനന്യയ്ക്ക് ഒരു വലിയ കയ്യടി. അതോടെ ഈ സെഗ്മെൻ്റ് ഇവിടെ പൂർത്തിയാകുന്നു. ഇനി നമുക്ക് മൊമെൻറ്റോ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മൾ എല്ലാ കാലത്തും ചെയ്യുന്നത് പോലെ നന്നായിട്ട് അക്കാഡമിക്കലി വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളെ, അവരുടെ അധ്വാനത്തെ, അവരുടെ മാതാപിതാക്കളുടെ ഡെഡിക്കേഷനെ നമ്മൾ ആദരിക്കുന്നു. സർ ആരൊക്കെയുള്ളതെങ്കിൽ ഒന്ന് തയ്യാറായിട്ടിരിക്കണേ. ഏബിൾ മെലൽ ബിജു, ആര്യമാൻ ലതീഷ്, ആർ ഋതിക,
നങ്കേഷ് ശ്രീനിവാസ്, സൗരീഷ് നായർ, 4 പേര് ഒന്ന് റെഡിയായിരിക്കണേ. ഞങ്ങളപ്പോഴത്തേക്കും ഒരു മൊമെൻറ്റോ ഡിസ്ട്രിബ്യൂഷൻ. വി കോൾ അപ്പോൺ അവർ ചീഫ് ഗസ്റ്റ് ശ്രീ വിജയേന്ദ്ര പ്രസാദ് ജി, പ്ലീസ്. ഗണേഷ് കുമാർ, വൈസ് പ്രസിഡൻറ്റ്, IDFC ബാങ്ക്, പ്ലീസ് കം അപ്പ് ഓൺ സ്റ്റേജ്. ഞാൻ വിളിക്കാം. ഇപ്പം നമ്മൾ ഗണേഷ്, IDFC ബാങ്ക് വൈസ് പ്രസിഡൻറ്റ്. അടുത്തത് ആശ സുരേഷ്. നല്ല ഒരു പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ച ശ്രീമതി ആശ സുരേഷ്. കണ്ണാടിക്കൂടും കൂട്ടി നമ്മളോടൊപ്പം ചേർന്ന അനുപമ ദീപക്. മനോഹരമായ നൃത്തച്ചുവടുകളോടെ കൈരളിയുടെ അക്ഷര ദേവരാജൻ. ഒരു കൈയടി, എല്ലാവരും കൈയെടുക്കൂ. കഥകളിപ്പദവും കൈകൊട്ടിക്കളിയും അവതരിപ്പിച്ച ലക്ഷ്മി വിജയകൃഷ്ണൻ. ലക്ഷ്മി. കൈകൊട്ടിക്കളിയിലെ അടുത്ത ടീം മെമ്പർമാർ ശൈല മുരളീധരൻ. ഓക്കെ, ലക്ഷ്മി, ശൈലജ, മഞ്ജു പ്രശാന്ത്, ആശ വിനോദ്, പ്രിയങ്ക ചക്രവർത്തി, ക്രാന്തി. നിങ്ങളെല്ലാം സ്റ്റേജിൽ അത് കഴിഞ്ഞ് 1 മിനിറ്റ് നിന്ന് മഞ്ജുവിനുള്ളത് കൂടെ വാങ്ങിച്ചിട്ടേ പോകാവുള്ളൂ. ലക്ഷ്മി, ശൈല, മഞ്ജു, ആശ, പ്രിയങ്ക, ക്രാന്തി. മഞ്ജു വന്നോ? വെരി ഗുഡ്. സോ ഷീ ഈസ് ദ ക്യാപ്റ്റൻ. കൈകൊട്ടിക്കളി എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി കൊടുത്ത് പക്ഷെ പങ്കെടുക്കാൻ കഴിയാതെ പോയ മഞ്ജുവിനൊരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. മഹാബലിയെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. മഹാബലിയായി നമുക്ക് മുന്നിലെത്തിയ ശ്രീ മുരളീധരൻ. ഒരു ഗ്രൂപ്പ് ഫോട്ടോ. കൈകൊട്ടിക്കളി ടീം ഒരു ഗ്രൂപ്പ് ഫോട്ടോ വിത്ത് വിജയേന്ദ്ര പ്രസാദ് ജി. യെസ്, ദാറ്റ്സ് ഇൻഡീഡ് എ ഹോണർ ഫോർ ദം. സുന്ദരനായ നമ്മുടെ മഹാബലിയായ മഹാബലി ശ്രീ മുരളീധരൻ. ശ്രുതി വള്ളത്തോൾ. അടുത്തത് ശ്രുതി വള്ളത്തോൾ, അനന്യ, അനീഷ്, ശ്രുതി, യെസ്, Ananya, Anish. So this day will be a memorable day for each one of you. And the compeer of today's function and one who held it all together, Vijay Krishna ക്ഷണിക്കുന്നു. Momentum. ഇനി കൈരളിയുടെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സ്, ഇപ്പോഴത്തെ കമ്മിറ്റി മെമ്പേഴ്സിനെ എല്ലാം ക്ഷണിക്കുന്നു. ഓരോരുത്തരായിട്ട് വന്നോടിക്കോളോ. പിന്നെ ചന്ദ്രൻ സാറും സത്യൻ സാറും കമ്മിറ്റിയിൽ ഇല്ലെങ്കിലും എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. വരുമോ പ്ലീസ്, എല്ലാവരും വന്നു കൊടുക്കും പ്ലീസ്. കം ഫാസ്റ്റ്. വരൂ സാറേ, വരൂ. ചന്ദ്രൻ സാറേ വരൂ. രവി ആൻഡ് ജിതേഷ്, പ്ലീസ് കം ഓൺ സ്റ്റേജ്. മാത്യു സാറ് വന്നില്ല, നമുക്ക് കൊടുക്കാതെ കുഴപ്പമില്ല സാറൊന്ന്. ചന്ദ്രൻ സാറേ, വേറെ ആരെങ്കിലും മിസ് ചെയ്തു? കൈരളി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും വന്നു നിൽക്കുന്നു. താങ്ക് യു. ആ, ആരോ
താങ്ക് യു വിജയേന്ദർജി. ഒരു കാറിൻ്റെ കീ കളഞ്ഞു പോയിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഏൽപ്പിക്കണം. ഒരു കാറിൻ്റെ കീ കളഞ്ഞു പോയിട്ടുണ്ട്. ആ കീ ആർക്കെങ്കിലും വീണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, വരുന്ന വഴിയിൽ നിന്ന് വീണ് കിട്ടുകയോ ഉണ്ടെങ്കിൽ ഒന്ന് ദയവായിട്ട് ഏൽപ്പിക്കണം. താങ്ക് യു സർ. നമ്മുടെ 10th പ്രശസ്തനീയമായ രീതിയിൽ മാർക്ക് വാങ്ങിയിട്ടുള്ള നായർ പ്രസൻറ്റേഷൻ കൊടുക്കാനായിട്ട് സ്വാമിനാഥൻ, ശ്രീ ഫാൽഗുനൻ, ബാലകൃഷ്ണൻ ആൻഡ് നമ്പ്യാർ ഫാമിലിക്ക് വേണ്ടി ശ്രീ വിനോദ് നമ്പ്യാർ, അറയ്ക്കൽ ബാലചന്ദ്രൻ, ഇത്രയും പേര് സ്റ്റേജിലേക്കൊന്ന് വരണം. ആദ്യം ഏബിൾ മെലിൽ ബിജു. ഏബിൾ പ്ലീസ്. ഉണ്ടോ? ഏബിൾ വന്നിട്ടുണ്ടോ? ഏബിൾ ഉണ്ടോ ഇവിടെ? അദ്ദേഹത്തെ അറിയുന്ന, കുട്ടിയെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കൂ. ആര്യമാൻ ലതീഷ്. അമ്മ വന്നാൽ മതി, അമ്മയ്ക്കാണ് കൊടുക്കേണ്ടത്. ഒന്ന് കൈയടിക്കൂ. അമ്മയോ അച്ഛനോ ആരെങ്കിലും ഉണ്ടോ? ദിവ്യ രമേശ് ആൻഡ് കെ രമേശ്. അടുത്തത് നങ്കേഷ് ശ്രീനിവാസ്, ശൗരീഷ് നായർ. ഉണ്ടോ? ശൗരീഷ് പ്ലീസ് കം. അറയ്ക്കൽ ബാലചന്ദ്രൻ സർ പാരിതോഷം നൽകുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. നമ്മുടെ രഘുനാഥൻ സർ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ പരിപാടി? ഓ വെരി ഗുഡ്. ഇപ്പം എൻ്റെ കടമയാണ് വോട്ട് ഓഫ് താങ്ക്സ്. ഇന്ന് നമ്മളെ സ്പോൺസർ ചെയ്ത മലബാർ ഡയമണ്ട്സ് ആൻഡ് ഗോൾഡിൻ്റെ അവർക്ക് ഹാർദമായ നന്ദി കൈരളുടെ പേരിലും എൻ്റെ പേരിലും അറിയിക്കുന്നു. പ്രത്യേകിച്ചും ജിജേഷ് നമ്പ്യാർക്ക്. കൂടാതെ IDFC ബാങ്ക് ശ്രീ ഗണേഷ് കൊടൂർ, അദ്ദേഹത്തിനും കൈരളുടെ പേരിലും എൻ്റെ പേരിലും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഇതിന് ഏതാണ്ട് 2 മാസം കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കാൻ തുതിർന്ന എല്ലാ അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു കൈരളുടെ പേരിൽ. കൂടാതെ തങ്ങളുടെ പ്രായത്തെ പോലും മതിമറന്ന് നമ്മുടെ വന്ധ്യവയോധികനായ ശ്രീ പി ചന്ദ്രൻ സാറ് ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ഒറ്റയ്ക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ പോയി കളക്ഷൻ ചെയ്ത് നമ്മളെയൊക്കെ സഹായിച്ച അദ്ദേഹത്തിന് സ്പെഷ്യലായിട്ടൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങൾക്കും ഒരുപാട് നന്ദി കൈരളുടെ പേരിൽ അർപ്പിക്കുകയാണ്. ഈ വർഷം നമുക്ക് നല്ലപോലെ കൈരളി മഹോത്സവം കൊണ്ടാടാൻ പറ്റിയില്ല, ഓണ മഹോത്സവം കൊണ്ടാടാൻ പറ്റിയില്ല. കാരണം പലതുണ്ട്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഞാനത് വീണ്ടും എടുത്തു പറയുന്നില്ല. അടുത്ത വർഷം അതിവിപുലമായ രീതിയിൽ നമുക്ക് ഈ ഓണാഘോഷം കൊണ്ടാടണം. അതിനുവേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു കയ്യടി ഉണ്ട് കേട്ടോ, ഒരു കയ്യടി ഡ്യൂ.